21. അവർ കാണാതിരിക്കാൻ യേശുവിനെ മറഞ്ഞു നിന്നുകൊണ്ട് കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഞാൻ ഈ കൈയൊന്ന് കഴുകിയിട്ട് വരാം. അതും പറഞ്ഞ് യേശു എണീറ്റു പോയതും ആ പയ്യന്മാർ 2 പേരും അവൻ എണീറ്റു പോയ സ്ഥലത്ത് അവളുടെ മുമ്പിൽ വന്നിരുന്നു. എന്താണ് മോളെ, പോരുന്നോ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും അവൾ ദേഷ്യത്തിൽ അവന്റെ കരണം നോക്കി ഒന്ന് കൊടുത്തിരുന്നു. പോയി നിന്റെ പെങ്ങളെ വിളിയടാ. മറിയാമ്മ, ഓഹോ, നിനക്കൊക്കെ ഇത്ര ധൈര്യമോ? അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു വലിച്ചത്. ഷെടാ, വിടാൻ. മറിയാമ്മ അതും പറഞ്ഞ് തീർന്നേക്ക് അവളുടെ കൈ പിടിച്ചുകൊണ്ട് നിന്നിരുന്നവൻ നിലത്തേക്ക് തലയിടിച്ച് വീണിരുന്നു. അത് കണ്ട് അവൾ നോക്കുമ്പോൾ അവളുടെ പുറകിൽ ദേഷ്യത്തിൽ യേശു നിൽപ്പുണ്ട്. യേശു ദേഷ്യത്തിൽ അവന്റെ കോടറിൽ പിടിച്ച് പൊക്കി പിടിച്ചു. എന്റെ പെണ്ണിനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. അതും പറഞ്ഞ് അവിടെ പിന്നൊരു 1.5 തല്ല് തന്നെയായിരുന്നു. അവിടെ വന്നവരെല്ലാം നോക്കി നിൽപ്പുണ്ട്. പെട്ടെന്ന് കടയുടെ ഓണർ വന്നതും ആ 2 പേരും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി ഓടി. സർ, പ്ലീസ്, ഇവിടെ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കരുത്. അതും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള പൈസ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. മറിയാമ്മയും പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങി. 2 പേരും വണ്ടിയിൽ പോകുമ്പോൾ യേശു ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. അവൾ പതിയെ പുറത്തേക്ക് നോക്കി സീറ്റിൽ ചാരിയിരുന്നു. എപ്പോയോ അവളൊന്ന് മയങ്ങിപ്പോയിരുന്നു. അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് യേശു ഇല്ലായിരുന്നു. അവൾ പതിയെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും ഒരു കുന്നിൻ ചെരുവിലായിരുന്നു വണ്ടി. അവൾ ചുറ്റും നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. യേശുവിന് വേണ്ടി അവളുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു. അപ്പോഴാണ് ആ കുന്നിൻ്റെ മുകളിൽ യേശു ഇരിക്കുന്നത് അവൾ കാണുന്നത്. അത് കണ്ടതും ഒരു ആവേശത്തോടെ അവൾ ആ കുന്നിലേക്ക് നടന്നു കയറി. അവൾ അവിടെ എത്തിയതും അത്ഭുതത്തോടെ നോക്കി. ആ നഗരം അവിടെ നിന്നും നോക്കിയാൽ കാണാമായിരുന്നു. അവിടേക്ക് നോക്കി അവിടെ ഇരിക്കുന്ന അവൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവൾ ഇരുന്നു. അവളെ കണ്ടതും അവനൊന്ന് നോക്കി പുഞ്ചിരിച്ചു. കുറേ കാലത്തിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഫ്രീ ആയി ഇരിക്കുന്ന ഒരു ദിവസം തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും, ഞാൻ ഇന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ. അവൻ അതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. 1 മാസം പോലും കഴിയുമ്പോക്ക് നിന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടവനാണ് ഞാൻ. ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് നിന്നോട് പറയുക എന്ന് എനിക്കറിയില്ല. എല്ലാം എൻ്റെ തെറ്റായിരുന്നു എന്ന് അറിയാൻ ഏറെ വൈകിപ്പോയി. അതും പറഞ്ഞ് ഒന്ന് നിർത്തി അവളെ നോക്കി. ഇനി നമുക്ക് നല്ലൊരു ജീവിതം തുടർന്നുകൂടെ? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ അങ്ങനെ നോക്കി നിന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോ എൻ്റെ വരുൺ എന്ത് ചെയ്യും? മറിയാമ്മ അത് കേട്ടതും അത്രയും നേരം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി അങ്ങ് പോയി. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ പതിയെ അവിടെ നിന്നും എണീറ്റു. അവനും. അവൾ അല്പം മുമ്പിലേക്ക് നടന്നുകൊണ്ട്, അവൻ എന്നെ വിശ്വസിച്ച് അവിടെ കാത്തിരിക്ക എങ്കിലും. അതും പറഞ്ഞ് അവളൊന്ന് തിരിഞ്ഞു യേശുവിനെ നോക്കി. എനിക്ക് ഓക്കെയാണ്. അതും പറഞ്ഞ് അവൾ ധൃതിയിൽ ആ കുന്ന് ഓടിയിറങ്ങി. അത് കേട്ട് ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിയോടെ അവൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. പതിവ് പോലെ രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വരുമ്പോൾ മറിയാമ്മ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 പേരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല രുചിയൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പോ അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ? ഇല്ലെങ്കിൽ എൻ്റെ ഫുഡിനെ കുറ്റം പറയാതെ കഴിക്കാറില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ, അതൊക്കെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതല്ലേ യേശു. അവൻ ഒരു തമാശ പോലെ പറഞ്ഞതും
ആഹാ, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോയത് ഞാൻ കുത്തിപ്പൊക്കിയത്. എനിക്കൊരു മനസ്സുഖം. അതും പറഞ്ഞ് അവളൊന്ന് ഇളിച്ചു കൊടുത്തു. നീ ഓഫീസിലേക്കില്ലേ? അത് കേട്ടതും അവൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഈ ബാക്കി പറയല്ലേ. എന്താ ഇങ്ങനെ ഒരു ചോദ്യം എന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ഒന്ന് നന്നവൻ സമ്മതിക്കരുത് കേട്ടോ. യേശു അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. പൊന്നു മോനെ, ആ ആൻസിയെ ഇനി അവിടെങ്ങാനും കണ്ടാൽ ചിലപ്പോൾ എൻ്റെ സ്വഭാവം മാറിയെന്നിരിക്കും. പറഞ്ഞില്ല വേണ്ട. അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. ഹോ, എൻ്റെ ഭാര്യക്കപ്പോ നിർത്ത്. നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അങ്ങനെ ഒരു കൂപ്പും എനിക്കില്ല. ആ ആൻസി കാണുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. അറിയാമ. അവൾ അതും പറഞ്ഞ് ഒന്ന് തിരിഞ്ഞ് കയ്യും കെട്ടി നിന്നതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ടു. അങ്ങനെ ആയാൽ നിനക്ക് നല്ലത്. കാര്യം അവൾ എൻ്റെ അമ്മായിയുടെ മോളാണ് തന്നെയാണ്. പക്ഷേ എൻ്റെ സഹോദരി എന്നതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടാണോ ഓഫീസിൽ വെച്ച് കിസ്സിങ് നടന്നത്? അവൾ ഒന്ന് പിറുപിറുത്തതും എന്ത് കുന്തം, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോ. അറിയാമോ. അവൻ്റെ കൈ തോളിൽ നിന്നും എടുത്തുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാൽ പറ്റുമോ? നീ പറഞ്ഞത് ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞേ, ഞാൻ ശരിക്ക് കേട്ടില്ല. യേശു. അവൾ ഒന്നും മിണ്ടാതെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. ആരാ ഈ ടൈമിൽ? അതും പറഞ്ഞ് യേശു പോയി വാതിൽ തുറന്നതും വാതിലും തുറന്ന് യേശു വന്നവരെ കണ്ട് ഒന്ന് മറിയാമ്മയെ തിരിഞ്ഞു നോക്കി. യാഷ്! ഹാൻസി യേശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അത്രയും നേരം ആരാ എന്ന പോലെ നിന്നിരുന്ന മറിയാമ്മയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്ത് വന്നിരുന്നു. നിങ്ങളെന്താ ഇവിടെ? അതെന്താ ചേട്ടാ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? യാൻഡിയും ഹാൻസിയും കൂടെ ഉള്ളിലേക്ക് കയറി. ഓ, 2 പാരകളും ഇങ്ങ് എത്തിയല്ലോ. മറിയാമ്മയെ കണ്ടതും അവർ 2 പേരും ഒന്ന് പുച്ഛിച്ചു. ഹാ, ഇവളുടെ കൂടെ ഇവിടെ നിന്ന് മടുത്തോ ചേട്ടാ? ചേട്ടൻ പേടിക്കണ്ട, വേറെ നല്ലൊരു വക്കീലിനെ മമ്മ നോക്കുന്നുണ്ട്. അത് കേട്ടതും മറിയാമ്മ ദേഷ്യത്തിലൊന്ന് യേശുവിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ നിന്നു. എന്താണ് വീട്ടിൽ വന്നവരോട് നല്ല രീതിയിൽ ഒരു ചായ നൽകി സ്വീകരിക്കാനൊന്നും അറിയില്ലേ? ഇതെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും പഠിച്ചു വരണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതിന് കുടുംബം നന്നാവണം. അതെ, നിന്റെ വീട്ടിലുള്ളവരല്ല എൻ്റെ വീട്ടിലുള്ളവർ. എൻ്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാരെ പോലെ അഭിനയിക്കാൻ അറിയില്ല. മറിയാമ്മ പുച്ഛത്തിൽ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അവളെ നോക്കി. കണ്ടില്ലേ ചേട്ടാ അവളുടെ അഹങ്കാരം? മമ്മയോട് ഇങ്ങനെ ഓരോന്ന് എത്രയോ പറഞ്ഞ് വേദനിപ്പിച്ചു. ഇവളുടെ അഹങ്കാരത്തിന് ചേട്ടൻ 2 കൊടുക്കാനിട്ടാണ്. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായിട്ടുണ്ട്. ടൈം വൈകും. മറിയാമ്മയെ ഒന്ന് മെയിൻ്റെ പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവൻ. അതിനെന്താ, നിന്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ ഞങ്ങളുമുണ്ട്. ഞങ്ങൾ വണ്ടിയിലല്ല വന്നത്. എൻ്റെ കൂട്ടുകാരി അവളുടെ വണ്ടി ഇവിടെ ഇറക്കിയതാ. നിന്റെ കൂടെ പോകാം എന്ന് വെച്ചു. ആൻസി അവൻ്റെ കയ്യിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് ആൻസി പറഞ്ഞു. എന്നാ ഇറങ്ങിയാലോ? മറിയാമ്മയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവരിറങ്ങി. യേശു അവരുടെ കൂടെ ഇറങ്ങി. അതെല്ലാം കണ്ട് ദേഷ്യത്തിൽ മറിയാമ്മ വാതിലടച്ചു. അവൾ ദേഷ്യത്തിൽ വാതിലടക്കുന്ന ശബ്ദം അവൻ പോകുമ്പോൾ കേട്ടിരുന്നു. ഇയാളെന്താ ഓന്താണോ? ഇയാളെ വിശ്വസിച്ച ഞാനിപ്പോ ആരായി? സ്വന്തം വീട്ടുകാരെ കണ്ടാൽ അല്ലെങ്കിലും ഞാൻ പുറത്താണല്ലോ. പണ്ടും ഇങ്ങനെയാണല്ലോ. ഞാനും ഒരു വിഡ്ഢി. എന്നോടൊന്ന് സ്നേഹത്തോടെ ഇടപെട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു. ഇന്നലെ അത്രയും നന്നായി എന്നോട് സംസാരിച്ചപ്പോൾ എല്ലാം മറന്ന് അവനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ എല്ലാം എൻ്റെ തെറ്റ്. അവൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ അവനെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിന് ഒരു ഭാര്യയായി സ്വീകരിച്ചു?
അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. അവൾ സങ്കടത്തോടെ ബെഡിൽ പോയി കിടന്നു. അവൾക്ക് നല്ല ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് യേശുവിൻ്റെ വിളി വന്നിരുന്നു. ഫോൺ അടിക്കുന്നത് കണ്ടതും അവൾ നോക്കി. അവൻ്റെ നമ്പർ കണ്ടതും അവൾ ദേഷ്യത്തിൽ നോക്കി അത് ഓഫ് ചെയ്തു. അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവളത് നോക്കി നിന്നു, അല്ലാതെ ഫോൺ എടുത്തതേയില്ല. ഇടയിലാണ് മറിയാമ്മയുടെ മമ്മ വിളിക്കുന്നത്. അത് കണ്ടതും അവളുടെ കണ്ണുകളെല്ലാം തുടിച്ച് അവൾ എണീറ്റിരുന്നു. അവൾ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ മോളെ. ഹാ മമ്മ, സുഖമല്ലേ? എൻ്റെ മോൾക്ക് സുഖമാണോ മോളെ? അതാണ് ഈ മമ്മക്ക് അറിയേണ്ടത്. അറിയാം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മോൾ അവിടെ ഹാപ്പിയാണോ മോളെ? ഇനി മോൾക്ക് അവിടെ നിൽക്കാൻ വയ്യേ മോളെ? ഈ മമ്മയാ ഈ കല്യാണത്തിന് എൻ്റെ മോളെ നിർബന്ധിച്ച് തള്ളിവിട്ടത്. ഇനി എൻ്റെ മോളെ ഈ മമ്മ വേദനിപ്പിക്കില്ല. എല്ലാം എൻ്റെ മോളുടെ ഇഷ്ടം. അത് പറഞ്ഞ് അവർ കരയുന്ന ശബ്ദം അവൾ ഫോണിലൂടെ കേട്ടിരുന്നു. തുടരും.